ലതാഫിന്റെ ഊദ് മൂഡ് സിൽവർ എന്ന് പറയുന്ന ഒരു എഡിഷൻ കേട്ടോ പെർഫ്യൂമില്. നല്ല ഭംഗിയുള്ള അങ്ങനെയാണ് അതിന്റെ ബോക്സ് വരുന്നത്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടില്ല എങ്ങനെയാണ് വരുന്നത്. അത് ഒരു കാര്യം, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്തായാലും വീഡിയോ നമ്മളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. പെർഫ്യൂമിന്റെ ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ലതാഫിന്റെ ഊദ് മൂഡ് എന്ന് പറഞ്ഞിട്ട് ബോട്ടിലുണ്ടല്ലേ ഇങ്ങനെയാണ്. പക്ക ഊത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഇതിന്റെ സ്മെല്ല് ഇഷ്ടാവുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയാം, ഊത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇതിന്റെ സ്മെല്ല് ഇഷ്ടാവുള്ളൂ. ഞാൻ ഇതിന്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു, ഈ ബോട്ടിൽ ഉപയോഗിച്ചതാണ്. ഒരു സ്മോക്കി ഊതാണ് ഇതിന്റെ ഓപ്പണിങ്ങിൽ കിട്ടുക. കൂട്ടത്തിൽ നല്ലൊരു ഗ്യാസിന്റെ എന്ന് പറയാൻ നമ്മൾ എത്തനോൾ ഗ്യാസിന്റെ ആ സ്മെല്ല് ഉണ്ടല്ലോ, അത് കൂട്ടത്തിൽ ഓപ്പണിങ്ങിൽ കിട്ടുന്നുണ്ട്. അത് എനിക്ക് ഇപ്പം നിഫ് ചെയ്തപ്പോഴും കിട്ടി. ഇതിന് മുന്നത്തെ ഞാൻ ഇന്നലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കല്ലം പോലെ കിട്ടി. ഒരു 40 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്കാവും ഒരു പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഈ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുക എല്ലാവർക്കും അത്ര തന്നെ ഇഷ്ടമായിക്കോളും എന്നില്ല. പക്ഷെ ഒരുപാട് പേര് റിക്വസ്റ്റ് ഉള്ള നല്ലപോലെ നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു പെർഫ്യൂമാണ്. 100 ml ബോട്ടിൽ ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ഒരു റിബണേറ്റും ബോട്ടിലിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ നമുക്കൊരു എടുത്ത് പറയാൻ പറ്റുന്നുള്ളത്. ബാക്കിയൊക്കെ നോർമലാണ്. 100 ml എന്നാണോ? യെസ്, 100 ml എന്നൊരു അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇതിന്റെ ലാസ്റ്റിങ്ങിന്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഒരു 3 മണിക്കൂറിന്റെ താഴേക്ക് നല്ല ലാസ്റ്റിംഗ് നമുക്ക് കറക്റ്റ് ഇതിന് പറയാൻ കഴിയുള്ളൂ. അതിന്റെ മുകൾക്ക് ഇതിന് ലാസ്റ്റിംഗ് കിട്ടുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു ഊത് സ്മെല്ലാണ് ലതാഫിന്റെ ഊത് മൂഡ് എന്നുള്ളത്. പക്ക ഊതാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ചോക്ലേറ്റൊക്കെ മാറിയിട്ട് ഇതിന്റെ മിഡിൽ നോട്ട് നല്ല ചോക്ലേറ്റ് വനില വരുന്നത്. ആ നോട്ട്സൊക്കെ ഇതാ പതുക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ഇന്ന് രാവിലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടിരുന്നു. ഞാനിത് അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ 1.5 മണിക്കൂർ 1 മണിക്കൂറിന്റെ അടുത്തോളമായി ഞാൻ ചെയ്തിട്ടിട്ട്. എന്നിട്ടാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യുന്നത്. എനിക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് ഇതിന്റെ നോട്ട്സ് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ലാസ്റ്റിങ് ഞാൻ 2 ദിവസം മുന്നേ അതിന്റെ ബേസ് നോട്ടിൽ വരുന്ന ആ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, ആ ഒരു നോട്ടാണ് ഇതിൽ നല്ല രസമുള്ള നോട്ട്. ചെറിയതായിട്ട് ഊതിന്റെ സ്മെല്ല് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ലാസ്റ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ ടു 3 മണിക്കൂറിന്റെ അടുത്ത് എനിക്ക് ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യുന്നുള്ളൂ. അതിലേറെ ഉണ്ടാവും. കാരണം ഞാൻ എല്ലാം ചുരുക്കി പറയാൻ കഴിച്ചാൽ എല്ലാവർക്കും ഒരേ ഫീഡ്ബാക്ക് ആവില്ല ഒരു പെർഫ്യൂമിനെ കുറിച്ചും ഉണ്ടാവുക. ചിലപ്പോൾ നല്ല ബ്രാൻഡ് പെർഫ്യൂമിന്റെ ഒറിജിനൽ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാണോ എന്നൊക്കെ ചോദിക്കും. അത്ര ഉള്ളൂ എന്നൊക്കെ ചോദിക്കും. കാരണം അവർ മനസ്സിൽ കയറ്റി വെച്ച ആ ഒരു ഹൈപ്പ് ഒന്നും ഒരിക്കലും പെർഫ്യൂമിന് അല്പം ഉണ്ടായിക്കോളാം. ഒരുപാട് പെർഫ്യൂം അങ്ങനെ നമ്മൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഇതിന്റെ സ്മെല്ല് ഊത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. 3 മണിക്കൂറിന്റെ താഴേക്ക് ലാസ്റ്റിംഗ് തന്നെ ഉള്ളൂ. പ്രൊജക്ഷൻ 1 hour കൊണ്ട് പെട്ടെന്ന് മൈൽഡായി പോകുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിൽ നെഗറ്റീവായിട്ട് പറയല്ലോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഇയാളെന്താ എങ്ങനെ പറയുന്നത്. ഇതിലേറെ കിട്ടുന്ന ആളുകളും ഉണ്ടാവും, ഉറപ്പാണ്, തീർച്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് എൻ്റെ അഭിപ്രായം, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ആണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വീഡിയോക്ക് താഴെ നമ്പർ വെക്കാം. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 10 ml ഡീക്കൻഡും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അഥവാ ഈ ഇവിടുന്ന് ചെറിയ കുപ്പിക്ക് എടുത്തിട്ട് 10 ml ഇവിടെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോക്ക് താഴെ നമ്പർ വെക്കാം.